ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് നിഷാസ് ഹോം കുക്കിംഗ്. അപ്പോൾ ഈ ചക്ക സീസണിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് നല്ല ഹെൽത്തി ആയിട്ടാണ്, നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചീനച്ചട്ടിയിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിനി കുറച്ച് കാഷ്നട്ട് എടുക്കാം, അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇച്ചിരി ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതിയാകും. ഏകദേശം ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റാം. ആ കാഷ്നട്ട് നമുക്ക് മാറ്റി വെച്ച ശേഷം അതേ നെയ്യിലോട്ട് തന്നെ കുറച്ച് ചിരകിയ തേങ്ങ, 2 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും 1 മിനിറ്റ് നേരം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കൂടുതൽ നേരം ഒന്ന് വഴറ്റേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കളറൊന്ന് മാറിയാൽ മതിയാകും. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാം. ഇനി വേണ്ടത് റവയാണ്. ഞാനിപ്പോൾ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. 240 ml കപ്പിന് 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ ഒരു 4 ഏലയ്ക്ക അതിൻ്റെ തൊലി കളഞ്ഞ് അതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് പഞ്ചസാര, മധുരം അനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ 1 കപ്പ് ചേർക്കുന്നുണ്ട്. ഇത്ര വേണ്ടാന്നുള്ളവർക്ക് കുറച്ച് വേണേൽ കുറയ്ക്കാം. ഇപ്പം നല്ലപോലെ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പൊടിച്ചെടുത്തിട്ട് വേണം അത് തയ്യാറാക്കാനായിട്ട്. ഇനി വേണ്ടത് ചക്കയാണ്. ഞാനിപ്പോൾ കുറച്ച് ചക്കയുടെ ഇതുപോലെ പീസുകൾ, ഇത് ഫ്രീസറിൽ ഇരുന്നുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്, അതെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല പോലെ പേസ്റ്റ് പോലെ അത് അരച്ചെടുത്തിട്ടുണ്ട്. 1 കപ്പ് ചക്കയാണ് എടുത്തിട്ടിരുന്നത്. അപ്പോൾ ഇതും കൂടി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വലിയ മിക്സിയിലോട്ട് ഞാനിപ്പം ഇതും നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന റവയും പഞ്ചസാരയും കൂടി ഉള്ളതെല്ലാം കൂടി ഒന്നിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 മുട്ടയാണ്. മുട്ട ഓപ്ഷണലാണ്, വേണ്ടവർക്ക് മാത്രം ചേർത്താൽ മതി. അതുപോലെ 1/2 ടീസ്പൂൺ വനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കാരണം നമുക്ക് എല്ലാത്തിൻ്റെയും ഒരു അളവനുസരിച്ച് വേണം ഇതിനകത്തോട്ട് പാല് ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പം അടിക്കുന്നതിന് മുമ്പ് അതിനായിട്ട് കുറച്ച് പാല് ചേർക്കുന്നുണ്ട്. ഒത്തിരി കൂടുതലൊന്നുമില്ല, 2 ടീസ്പൂൺ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് അടിച്ചിട്ട് വരാം. കാരണം ഒത്തിരി ലൂസായി പോകരുത്. കാരണം കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടിയെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ആ പലഹാരം തയ്യാറാക്കിയെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങായും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പോൾ ഈ രീതിയിൽ കണ്ടോ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസി ആകാൻ കുറച്ച് പാല്, 2 ടീസ്പൂൺ പാലും കൂടി മിക്സ് ചെയ്താണ് റെഡിയാക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് കുറേശ്ശെ നമ്മൾ ഒഴിക്കണം. കൂടിപ്പോയാൽ ഒറ്റയടിക്ക് ഒഴിച്ച് കൂടിപ്പോയാൽ പിന്നെ അത് ഇച്ചിരി പ്രശ്നമാകും. കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി തന്നെ വേണം. ഇപ്പോൾ കണ്ടോ ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് മിക്സി കഴുകിയിട്ടുള്ള ഒരു ശകലം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് എടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത്. നല്ല രുചിയുമാണ്. ഇപ്പോൾ ചക്കയുടെ സീസണൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ ഇതുണ്ടാക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. ഇനി ബേക്കിംഗ് സോഡ ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരം ബേക്കിംഗ് പൗഡർ ആണെങ്കിലും ചേർക്കാം. ബേക്കിംഗ് പൗഡർ ആകുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. അതും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനെ വേവിച്ചെടുക്കണം. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ ഇപ്പം മിക്സാക്കി വന്നിട്ടുണ്ട്. ഇനി ഇത് സ്റ്റീം ചെയ്യാനായിട്ട് 1-2 ഇതുപോലത്തെ ബൗളുകളാണ്, ഞാൻ സ്റ്റീൽ ബൗളുകളാണ് എടുക്കുന്നത്. അതാദ്യം ഒന്ന് ബട്ടറിട്ടൊന്ന് ഗ്രീസ് ചെയ്യാം. അതുപോലെ സ്റ്റീം ചെയ്യാനായിട്ട് അപ്പച്ചമ്പിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ഏകദേശം ചൂടായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ആ കട്ടോരിയിലെല്ലാം ഇച്ചിരി ബട്ടർ തേച്ച് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ബട്ടറോ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ചേർത്താൽ മതി ഗ്രീസ് ചെയ്യാനായിട്ട്, ഒത്തിരി വേണ്ട. അതുപോലെ തന്നെ ഈ ബൗളിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ 1/4 ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം ഇത് കുറച്ചും കൂടി ഇങ്ങനെ പൊങ്ങി വന്നിട്ട് ഇത് ഓവർഫ്ലോ ആകും. അതുകൊണ്ടാണ്. ഇനി അതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടിൻ്റെ പീസുകൾ 1-2 ഒക്കെ എടുത്ത് വെച്ച് കൊടുക്കാം. അതുപോലെ ഞാൻ അതിനകത്തോട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടി എടുത്ത് വെക്കുന്നുണ്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെക്കാം കേട്ടോ. അപ്പം കിസ്മിസ് വെച്ചാലും മതി, എന്താണോ നമ്മുടെ താല്പര്യം പോലെയാണ്. അപ്പം ഞാനിവിടെ ടൂട്ടി ഫ്രൂട്ടിയാണ് വെക്കുന്നത്. കാണാനൊരു ഭംഗിയും കളറും ഒക്കെ കിട്ടുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പച്ചമ്പിലോട്ട് വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു
15 മിനിറ്റ് നേരം ഒന്ന് സ്റ്റീം ചെയ്യാൻ വെക്കാം. അത്രയും വേണ്ടിയില്ലെങ്കിൽ നമുക്ക് വെന്ത് കഴിഞ്ഞിട്ട് നോക്കാം എത്ര നേരം വെക്കണമെന്നുള്ളത്. ഞാനിപ്പോൾ ഒരു 15 മിനിറ്റ് നേരമാണ് വെക്കുന്നത്. അപ്പോൾ ഇത് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് നേരം കൂടിപ്പോയെന്ന് തോന്നുന്നു. 15 മിനിറ്റ് വെക്കണ്ട, കാരണം മുകളിൽ കണ്ടോ ഇതുപോലെ ഇന്ന് വന്നിട്ടുണ്ട്, വിണ്ടു പോയിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി ടൈം മതിയാകും. അപ്പോൾ ഇനി ഒരു സെറ്റും കൂടി വേവിക്കാനുണ്ട്. ആ സമയത്ത് കുറച്ച് നേരം കുറച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇത് രണ്ടാമത്തെ സെറ്റും ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ 10 മിനിറ്റേ വെച്ചുള്ളൂ. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അത് ഒട്ടും പൊട്ടിയൊന്നും പോയിട്ടില്ല, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് നേരം വെച്ചാൽ മതി, കാരണം നമ്മൾ ഒത്തിരി മാവ് ഒഴിക്കുന്നില്ലല്ലോ. അപ്പം കുറച്ച് സമയം മതിയാവും ഇത് വെന്ത് വരാനായിട്ട്. നല്ല പലഹാരമായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ലൊരു എളുപ്പമാണല്ലോ. മിക്സിയിൽ വെറുതെ അടിച്ചാൽ മതി, കഴിക്കുകയും പരത്തും ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് കോരി ഒഴിക്കുന്ന മാവ് കൊണ്ട് റെഡിയാക്കുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ ചക്ക കൊണ്ടുണ്ടാക്കുന്ന ഈ പലഹാരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരം. ഇപ്പോൾ നമുക്ക് ഒരെണ്ണെടുത്തൊന്ന് മുറിച്ച് നോക്കാം. നമ്മളെ ഗ്രീസ് ചെയ്ത് വെച്ചേക്കണോണ്ട് വിട്ട് വരാനും എളുപ്പമുണ്ടാവും. കണ്ടോ, കാണാനും നല്ല ഭംഗിയുണ്ട്, സോഫ്റ്റാണ്, നല്ല സോഫ്റ്റായിട്ടുള്ള, നമ്മൾ കേക്ക് പോലെയൊക്കെ ഇരിക്കും. പക്ഷേ നമ്മൾ കേക്കിൻ്റേതായ ഇതൊന്നുമില്ല, ആവി തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. അതിനകത്ത് ഒത്തിരി ഓയിലോ ഇതൊന്നും നമ്മൾ കൊടുക്കുന്നുമില്ല. മാവ് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഒട്ടും തന്നെ ഓയിൽ ഉപയോഗിക്കുന്നില്ല. അതിന് ശേഷം അതിൻ്റെ പാത്രം ഗ്രീസ് ചെയ്യാൻ വേണ്ടി പിന്നെ അതുപോലെ ആ കാഷ്നട്ട് റോസ്റ്റ് ചെയ്തപ്പം മാത്രമേ ഓയിൽ നെയ്യോ ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.